ഇടക്ക് ഓക്സിജൻ എടുക്കാൻ പറയും. അതിനാണ് ഈ കുരിശെന്ന് പറയുന്നത്. ഓക്സിജൻ ആണ് ശരിക്കും പറഞ്ഞത്. കർത്താവ് വളരെ കർത്താവിനെ നിത്യതയിൽ എത്തിച്ച് ദൈവത്തിന് പ്രസാദം വാങ്ങിച്ചതിന്റെ പിന്നിൽ ഈ പ്രാണവായു എന്ന് പറഞ്ഞ കുരിശുണ്ട്. കുരിശിന്റെ ഒരു ക്രിസ്തീയതയുടെ പ്രാണനും പ്രാണവായുമാണ് കുരിശ്. പ്രാർത്ഥിക കർത്താവായ ദൈവമേ, കുരിശിനെ നിഷേധത്തിൽ കാണാതെ നിത്യത പ്രാപിക്കാനുള്ള പ്രാണവായുവായി മനസ്സിലാക്കുവാൻ എനിക്ക് അഭിഷേകം നൽകണമേ. അപ്പൊ ഉയരങ്ങളിലേക്കും ദൈവത്തെങ്കിലേക്കുള്ള യാത്രയിലെ കുരിശ് പ്രാണവായുവായും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഒരു പ്രണയ മനോഭാവത്തോടു കൂടി എടുക്കണം. അതുകൊണ്ട് ഈശോ പറയണത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കണം. പിന്നെ എന്ത് ചെയ്യണം? സ്വയത്തെ നിന്റെ സ്വന്തമായി വെച്ചനുഭവിച്ച് സന്തോഷിച്ച് ഈ ഭൂമിയിൽ മരിച്ച് മണ്ണടിഞ്ഞു പോകേണ്ട ആ കണ്ടന്റുകളെ തൽക്കാലം മാറ്റിവെക്കണം. പിന്നെ എന്ത് ചെയ്യണം? സ്വയം പരിത്യജിക്കണം. പിന്നെ കുരിശെടുക്കണം. എന്റെ കൂടെ വരണം. അപ്പൊ ഇതിനകത്ത് ഉടമ്പടിയിൽ ഉണ്ടാകുന്ന ഉടമ്പടി ലൈറ്റ് വെയിറ്റിംഗ് ആക്കണം. എന്താണ്? പെട്ടെന്ന് എയർ ലിഫ്റ്റിംഗ് ആക്കണത് കുരിശിന്റെ കണ്ടന്റ് ആണ്. കാര്യം കുരിശിന്റെ കണ്ടന്റ് നിത്യതയുടെ കണ്ടന്റ് ആണ്. അപ്പൊ നീ എന്ത് ചെയ്യണം? നീ നിയോഗം വെക്കുമ്പോ എന്ത് ചെയ്യണം? ആ നിയോഗം എല്ലാം സ്വയമാകരുത്. എന്റെ വീട്, എന്റെ വിവാഹം, എന്റെ മക്കള്, അത് എല്ലാം 6 കാര്യം ഉണ്ടെങ്കിൽ 7 കാര്യം എഴുതി വെക്കും. എന്താണ്? അവിടെ വീട്ടിലെ പശുവിന്റെ പ്രസവം വരെ എഴുതി വെക്കും. പിന്നെ എങ്ങനെ സംഭവം മുളിയോട്ട് പോകണ? പാല് കുടിച്ച് നിങ്ങൾ ആ കൊച്ചു മരിച്ചപ്പോൾ നിങ്ങളും മരിക്കും. എല്ലാ 6-7 കാര്യം സ്വന്തം കാര്യം എഴുതി വെക്കും. ഇതിന് ജഡസന്ധതിയുടെ പരിപാടിയാണിത്. അതുകൊണ്ടാണ് ഇതൊക്കെ ഒന്ന് പഠിക്കണം. ഇത് പഠിക്കണം. ജഡസന്ധതിയെ പോലാകരുത്. പഠിച്ചിട്ട് അതിൻ്റെ അകത്ത് മറ്റുള്ളവരെ ഈ നിയോഗം നിന്റെ വീട്ടിലെ നിനക്കൊരു വീട് തന്നാൽ ആ വീട് തന്നാൽ നീ ആദ്യം ആ വീട് തന്നാല് അതുകൊണ്ട് നിനക്ക് നിന്റെ മക്കൾക്കും അല്ലാതെ വേറെ ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടോ? ചില ആൾക്കാർ വീട് കൊടുക്കുമ്പോ തന്നെ എന്നാ ചെയ്യുന്നറിയാവോ? ചില ആൾക്കാർ വേറെ വീട് നിയോഗം വെച്ച് ഉടനെ നിങ്ങൾക്ക് ഒന്നുമില്ല, പാവപ്പെട്ടവരാണെങ്കിൽ ലൈഫ് മിഷന്റെ വീട് കിട്ടിയെന്ന് വിചാരിച്ചോ? ആ ലൈഫ് മിഷന്റെ വീട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കുരിശുണ്ട്. പിന്നെ ഇവര് കുരിശുണ്ടാക്കും, സ്വന്തമായിട്ട് കുരിശുണ്ടാക്കും. എങ്ങനെ കുരിശുണ്ടാക്കണത്? നിങ്ങൾ ചേട്ടായി ആണല്ലോ, തീർച്ചയായിട്ടും 3 സെന്റ് അവകാശമുണ്ട്. 10 സെന്റില്ലേ? 10 സെന്റ് ഉള്ളത് വിചാരിച്ചോ? നിങ്ങൾ എന്നാ ചെയ്യും? അപ്പനോട് സൂത്ത് അത് ഒപ്പിടിച്ചിട്ട് ആ 10 സെന്റ് നടുക്ക് കൊണ്ടുവന്ന് നിങ്ങൾ ലൈഫ് മിഷന്റെ വീട് വെക്കും. അനിയൻ ഗൾഫിലാണ്, അവൻ പാവപ്പെട്ട കൂടെ ഇല്ലല്ലോ. അപ്പൊ സ്മോൾ അടിക്കുന്ന വേണമെങ്കിൽ അപ്പൻ 2 ലോണ് കിട്ടിയ സന്തോഷത്തിൽ അപ്പൻ 2 വീശിച്ചിട്ട് അപ്പനെ കൊണ്ട് ഒപ്പിടിച്ച് സാധനം സംഭവിക്കും. എന്താണ് സംഭവം? അതോടുകൂടി പിന്നെ അനിയൻ നാട് കടത്തും. സ്വന്തം ചേട്ടൻ തന്നെ അവൻ അനിയനെ പെറ്റ മണ്ണിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്നും അവരത് നാട് കടത്തും. ഇത് ദൈവത്തിന് അറിയാം, നിന്റെ മനോഭാവം ദൈവത്തിന് അറിയാം. നീ പുതിയ പുരുഷൻ ഉണ്ടാക്കും. അതാണ് സംഭവം. സ്വയം എന്ന് പറഞ്ഞ സംഭവം അതാണ്. ആ ലൈഫ് മിഷൻ വീട്ടിലെ സ്വയം എന്തെന്ന് പറഞ്ഞ എന്താണ്? സ്വയം എന്താണ്? അത് നിന്റെ ചേട്ടന്, നിന്റെ അനുജന്, അവിടെ കൂടപ്പുറപ്പിനെ അവിടെ കിടത്തിപ്പുറപ്പിക്കാത്ത രീതിയിൽ, വേറെ ഒരു വീട് അവിടെ വെക്കാൻ പറ്റാത്ത രീതിയിൽ നീ അവിടെ താമസിപ്പിക്കും. എന്നിട്ട് നീ പെങ്ങന്മാരെ നീ അധികം കൈകാര്യം ചെയ്യും. കെട്ടിച്ചു പോയ പെങ്ങന്മാര് വീട്ടിൽ വരുമല്ല അമ്മയെ കാണാൻ. നീ മോന്തം കയറ്റി അവിടെ വരും. നീ നല്ല വികാരം, നിന്റെ വീടല്ലേ? നിന്റെ വീട് നീ അപ്പനെടുക്കുന്നത് എഴുതി വാങ്ങിച്ച വീടല്ലേ? പിന്നെ അന്നും അപ്പൻ ഒപ്പിട്ട് തന്നാൽ പിന്നെ നിന്റെ പരിപാടി എന്താണ്? നിന്റെ പ്രാർത്ഥന എന്താണ്? അപ്പൻ എത്രയും വേഗം ചാകണേന്നാ പ്രാർത്ഥന. നല്ല കാര്യം, അപ്പൻ ഒപ്പിട്ട് തന്നില്ലേ? അനിയൻ വരുമ്പോ അപ്പന്റെ കടുത്തേക്ക് കയറുമല്ല, അപ്പൻ ചാകണം. എങ്ങനെയുണ്ട് പരിപാടി? അപ്പൊ നീ ആ വീട് ആ സ്ഥലവും അടിച്ചു മാറ്റുകയും പെങ്ങന്മാരെ അനുജനം പുറത്താക്കുകയും ചെയ്യും. നിന്റെ നിയോഗത്തില് ഓടരുത് അമ്മാവ, ആളറിയാവുന്ന ആദ്യമേ തന്നെ ഇത് സ്കാൻ ചെയ്യുമ്പോ തന്നെ പറയും ഇതിന് വിസ കിട്ടത്തില്ലെന്ന് പറയും. എന്താ കാര്യം? നിന്റെ മനസ്സിരിപ്പ് എന്താന്ന് ദൈവത്തിന് അറിയാം. അപ്പൊ നിയോഗങ്ങളുള്ള സ്വയം, അതാണ് ഈശോ പറയണത്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, മറ്റുള്ളവർക്ക് കുരിശ് കൊടുത്തുകൊണ്ട് എന്റെ സ്വയത്തെ പരിത്യജിക്കാനുള്ള പ്രത്യേക പ്രവണതകളെ എന്നിൽ നിന്ന് എന്റെ വിശുദ്ധ രക്തത്താൽ നീ കഴുകി മാറ്റണമേ. ഹല്ലേലൂയ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധന